നമസ്കാരം. എൻ്റെ പേര് ശ്യാങ്കുളൂരുടെ മക്കളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ അവരുടെ വള്ളംകൂടി പാകിസ്ഥാൻ്റെ വള്ളംകൂടി മുട്ടിച്ചതുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ തിരിച്ചടിക്കാനുള്ള നടപടികളും അതേപോലെ തന്നെ രാജ്യത്തെമ്പാടും അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധങ്ങൾ പല രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് വീഡിയോകൾ കാണാനുണ്ടായി. അതായത് അവരുടെ പാകിസ്ഥാൻ്റെ പതാക നിലത്തൊട്ടിച്ചപ്പോൾ അത് എടുത്തു വന്ന് മാറ്റുന്ന ചില ആളുകൾ, അതേപോലെ തന്നെ ഇത്രയും നീചമായ നടപടി വേണോ എന്ന് പറയുന്ന മുറവിളികൾ, അതായത് തീവ്രവാദത്തിന് മതമില്ല, മതപരമായിട്ട് അവരെ തുലനം ചെയ്യരുത്, ഒരു സമൂഹത്തെ മൊത്തമായിട്ട് കളങ്കപ്പെടുത്തരുത് എന്ന് പറയുന്ന വാദങ്ങൾ, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. ഒരാളുടെ ദേശഭക്തി എന്ന് പറയുന്നത്, ഇന്ത്യ പോലൊരു രാജ്യത്ത് ജനിച്ച ഒരാളുടെ ദേശഭക്തി എന്ന് പറയുന്നത്, നാനാവിധ മതത്തിലും ജനിച്ച ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന ഈ രാജ്യത്ത് രാജ്യമാണ് വലുത് എന്നുള്ള വികാരമാണ് നമ്മളെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഏതൊരു ഭാരതീയനും അവൻ്റെ രാജ്യം കഴിഞ്ഞിട്ടാണ് എന്തുണ്ടാവുള്ളൂ. അത് ഉറച്ചു വിശ്വസിക്കുന്ന, രാജ്യമാണോ നിങ്ങളുടെ മതമാണോ വലുത് എന്ന് ചോദിച്ചാൽ രാജ്യമാണ് വലുത് എന്ന് പറയുന്ന ഏതൊരു മതസ്ഥനായിക്കോട്ടെ, അവരാണ് കറകളഞ്ഞ ദേശഭക്തർ എന്നുള്ളത് ഒരു വിഷയമേ അല്ല പറയാൻ. അത് തന്നെയാണ് വിഷയം. അവരേത് മതത്തിലോ ജനിച്ചോട്ടെ, പക്ഷെ അവരുടെ രാജ്യം കഴിഞ്ഞിട്ടേ അവരുടെ മതം തന്നെ ഉള്ളൂ. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒരു മതരാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിനെതിരായി നമ്മൾ ശബ്ദിക്കുമ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ഒരു മതത്തിൽപ്പെട്ടവരാവാം. ആ മതത്തിൽപ്പെട്ടവർ ഇവിടെയുമുണ്ട്. പക്ഷെ തങ്ങളുടെ രാജ്യത്തിനെതിരെ വരുന്ന ഏതൊരു ശത്രുവിനെയും അവരുടെ മതം നോക്കാതെ ആ മതത്തെയും അല്ലെ അവരുടെ രാജ്യത്തെ ഏതൊരു ഹീനകൃത്യത്തെയും തള്ളിപ്പറയാനും അതിനെതിരെ തിരിച്ചടിക്കാനും അവരുടെ പരാജയത്തിന് വേണ്ടി പ്രയത്നിക്കാനും കഴിയുന്ന ഏതൊരു ഇന്ത്യക്കാരനും ഏതൊരു ഭാരതീയനും കറകളഞ്ഞ ദേശഭക്തിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോഴും പറയുന്നത്, നമ്മുടെ രാജ്യം പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ദേശഭക്തി അളക്കേണ്ട കാര്യമില്ല. അത്രയേ ഉള്ളൂ. അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എന്നാൽ തങ്ങളുടെ മതമായതുകൊണ്ട് മാത്രം അവരോടൊരു കരുണയോ അല്ലെങ്കിൽ തങ്ങളുടെ മതത്തിൽപ്പെട്ടവർക്ക് മാത്രം എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഇവിടെ ആ ഒരു ആഗോളതലത്തിലുള്ള ഒരു കണക്ടിവിറ്റി വരുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നവരുമുണ്ട്. രാജ്യത്തിൻ്റെ ഭരണഘടനയോ അല്ലെങ്കിൽ രാജ്യമോ അല്ല വലുത്, ഞങ്ങളുടെ മതവും ഞങ്ങളുടെ ദൈവവുമാണ് വലുത് എന്ന് വിചാരിക്കുന്ന ഒരു പക്ഷവുമുണ്ട്. ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് തള്ളിക്കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിനെ പ്രീണ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ അടിമകൾ അവരുടെ കാലിൽ ഇഴഞ്ഞ് നക്കി കൊടുത്ത് അവരുടെ വിരലുകൾ ഉറിഞ്ചിയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവരതേ പറയുള്ളൂ, അവർക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഇവിടെ ഒരു മതസമൂഹത്തിനെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം രീതിയിലോ ആരും ടാർഗറ്റ് ചെയ്യുന്നില്ല. പക്ഷെ തീവ്രവാദം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏത് രാജ്യത്തു നിന്നാണ്, നമ്മുടെ ശത്രു രാജ്യത്തു നിന്ന് പിന്തുണയോടാണ് അത് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായി തിരിച്ചടിക്കണം. അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളുണ്ടാവും. ആ പ്രതിഷേധത്തിൻ്റെ രൂപം എങ്ങനെ വേണമെങ്കിലും ആവാം. അതിൽ യാതൊരു തര പരിഗണനയും കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ഒരു കറകളഞ്ഞ ഭാരതീയനായി ഏത് മതത്തിൽ ജനിച്ച ഭാരതീയനായിക്കോട്ടെ ഒരേ സ്വരത്തിൽ പറയാൻ കഴിയുന്നവർ നമ്മുടെ രാജ്യത്തുള്ളിടത്തോളം കാലം ആ നടപടികളിലൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല. ഈ ഒരു പക്ഷം എന്നും ഉണ്ടാവും. അതായത് ഈ ആഗോള മത സൗഹാർദ്ദം ഉണ്ടല്ലോ, അതായത് അവരുടെ മതത്തിൽ ഒരു ആഗോള കണക്ടിവിറ്റി ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ അതേപോലെ ഇല്ല. കാരണം ബംഗാളിൽ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും പറ്റിയാലോ അല്ലെങ്കിൽ നേപ്പാളിൽ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും പറ്റിയാലോ അല്ലെങ്കിൽ ആഗോളതലത്തിൽ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും പറ്റിയാലോ ഇവിടെയുള്ള ഹിന്ദുവിന് അത് വേദനിക്കില്ല. ഒരുപാട് ഹിന്ദുക്കൾക്ക് വേദനിക്കില്ല. ചിലർക്ക് വേദനിക്കും, ചിലർ പ്രതികരിക്കും, ചിലർക്ക് പ്രതികരിക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമാണ്. പക്ഷേ ആഗോളതലത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ന്യൂനപക്ഷത്തിന്, ഈ പ്രത്യേക സമൂഹത്തിനെതിരെ ഉണ്ടാകുമ്പോൾ ഇവിടെ കടന്ന് തിളയ്ക്കുന്ന ആളുകളെ കണ്ടാൽ നമുക്കറിയാം അവർക്ക് അവരുടെ മതം തന്നെയാണ് പ്രശ്നം. ആ മതത്തിൻ്റെ പേരിൽ ഏത് രാജ്യത്ത് എന്ത് നടന്നാലും അവരുടെ ആ സമൂഹം എന്ന് പറയുന്നത് ആ മതത്തിൽ ഉൾപ്പെട്ടവരാണ് എന്നവർ വ്യക്തമാക്കുകയാണ്. അതാണ് അവരുടെ നിലപാട്. അങ്ങനെയുള്ളവരെ നമ്മൾ ഒറ്റപ്പെടുത്തുക തന്നെ വേണം. ആ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം, ആ സമൂഹവും ഒറ്റപ്പെടുത്തണം. അങ്ങനെയുള്ളവരാണ് ആ സമൂഹത്തിൻ്റെ പേര് ചീത്തയാക്കുന്നതെന്ന് ഇനിയെങ്കിലും ആ സമുദായം തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ BJP RSS ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ നമ്മുടെ ശത്രു രാജ്യമാണ്. അവർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ അവർക്കെതിരെയുള്ള നടപടികളിലൊന്നും ഒരു രാഷ്ട്രീയ പക്ഷത്തിലെയോ അല്ലെങ്കിൽ ഒരു മതപക്ഷത്തിലെയോ നിൽക്കേണ്ട കാര്യം നമുക്കില്ല. നമ്മുടെ രാജ്യം കഴിഞ്ഞിട്ട് നമുക്ക് എന്തും ഉള്ളൂ. ആ രാജ്യത്തിനെതിരെ വരുന്ന ഏത് ശത്രു ആയിക്കോട്ടെ, അതിപ്പോൾ ഇനിയിപ്പോൾ ഹിന്ദുക്കളായിക്കോട്ടെ, ക്രിസ്ത്യാനികളായിക്കോട്ടെ, മുസൽമാനായിക്കോട്ടെ, രാജ്യത്തിന് എതിരെ വരുന്ന ഏത് ശത്രുവിനെയും നമ്മൾ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുക തന്നെ വേണം. രാജ്യമാണ് വലുത്, രാജ്യം തന്നെയാണ് വലുത്. അത് വിശ്വസിക്കുന്ന ഏതൊരു ദേശഭക്തിയുള്ള മനുഷ്യനും പഹൽഗാമിൽ നടന്ന സംഭവം എന്ന് പറയുന്നത് വേദനിപ്പിക്കും. അതിനെതിരെ തിരിച്ചടിക്കണം എന്ന് പറയാൻ നമുക്ക് 1, 2, 3 പ്രാവശ്യം ചിന്തിക്കേണ്ട കാര്യമില്ല. അത് പറയാൻ ഒരു മതവും നമുക്ക് തടസ്സമല്ല. അവിടുത്തെ കശ്മീർ ജനതയും നമുക്ക് തടസ്സമല്ല. അവരുടെ എല്ലാവിധ സംഭവങ്ങളും നമ്മൾ മാനിക്കുന്നു. കശ്മീർ ഇന്ത്യയോട് തന്നെ ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ മതസമൂഹത്തിനെതിരെ നമ്മളൊന്നും പറയുന്നില്ല. പക്ഷേ എന്നാൽ
എന്നാൽ തങ്ങളുടെ മതത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം ഒരു പ്രത്യേകതരം സ്നേഹം എവിടെ നടന്നാലും വരുമ്പോൾ തങ്ങളുടെ രാജ്യത്തെ മറന്നു പ്രവർത്തിക്കുന്നവർ ചിന്തിക്കുക, നിങ്ങൾ ജീവിച്ച് നിങ്ങൾ ഉറങ്ങുന്ന മണ്ണിൽ സുരക്ഷയോടെ നിങ്ങൾ ഉറങ്ങുന്നത് ഇതൊരു മതേതര രാജ്യമായതുകൊണ്ട് മാത്രമാണ്, മതരാഷ്ട്രമാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.